ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആണ്, ഡ്രീം റിയലൈസ്ഡ് എന്ന പാഠത്തിൽ നിന്ന്. During his visit to England, Gandhiji attended many meetings that were organized to honor him. The students of France organized a reception for the spiritual ambassador of India. They welcomed him as one bringing light to the exploitation-blinded West and acting as a healing balm to the war-weary Europe. In his reply, Gandhiji addressed them as friends and fellow students. അപ്പോൾ ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നടത്തിയിട്ടുള്ള വിസിറ്റിനെ കുറിച്ച് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഫ്രഞ്ച് സ്റ്റുഡൻസ് എങ്ങനെയാണ് ഗാന്ധിജിയെ സ്വീകരിച്ചതെന്നും അതുപോലെ ഗാന്ധിജിയെ അവർ കാണുന്നത് ഇന്ത്യയുടെ സ്പിരിച്വൽ അംബാസിഡറായിട്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഗാന്ധിജി അവരെ ഫ്രണ്ട്സ് ആൻഡ് ഫെലോ സ്റ്റുഡൻസ് എന്നാണ് അഭിസംബോധന ചെയ്തത്. സിൻസ് ഐ വിസിറ്റഡ് ഫ്രാൻസ് ആസ് എ സ്റ്റുഡൻറ്റ് ടു സീ ദ എക്സിബിഷൻ അറ്റ് പാരീസ് ഇൻ 1890, ഐ ഹാവ് ലേൺഡ് സംതിങ് ഓഫ് ദ ട്രഡീഷൻസ് ഓഫ് യുവർ കൺട്രി ആൻഡ് ഓഫ് ദ ടീച്ചിങ്സ് ഓഫ് റൂസോ ആൻഡ് വിക്ടർ ഹ്യൂഗോ. അപ്പോൾ ഫ്രഞ്ച് ചിന്തകന്മാരായ റൂസോ, വിക്ടർ ഹ്യൂഗോയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. Now on my entering upon my mission, my very difficult mission in India, it heartens me to find a welcome from you. അപ്പോൾ ഈ ഒരു സ്വാഗതത്തിന് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഭാഗം നമുക്ക് കാണാം. ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ശ്രദ്ധിക്കാം. Why were the meetings organized in England? Why was Gandhiji considered as the spiritual ambassador of India? How did Gandhiji address the students of France? What was Gandhiji's purpose of visit to France in 1890? Pick out a word from the passage which means make more cheerful and confident. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളും നോക്കാം. Why were the meetings organized in England? എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ ഈ മീറ്റിംഗ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്തത്? The meetings were organized to honor Gandhiji for his contributions and to welcome him as a representative of India. അപ്പോൾ ഗാന്ധിജിയെ സ്വീകരിക്കുന്ന വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്റിംഗ് അവർ ഓർഗനൈസ് ചെയ്തത്. ഇന്ത്യയുടെ ആളായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്പിരിച്വൽ അംബാസിഡറായിട്ട് ഗാന്ധിജിയെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത്. Why was Gandhiji considered the spiritual ambassador of India? എന്തുകൊണ്ടാണ് ഗാന്ധിജിയെ സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്? Gandhiji was considered the spiritual ambassador of India because he brought light to the exploitation-blinded West and acted as a healing influence for the war-weary Europe. അപ്പോൾ ഈ വെസ്റ്റിലെ ഒരു പ്രകാശം കൊണ്ടുവന്ന വ്യക്തി എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ യുദ്ധം കൊണ്ട് ആകെ തകർന്നിരിക്കുന്ന യൂറോപ്പിനെ സ്വാധീനിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഇന്ത്യയുടെ പ്രതീക്ഷയും ഇന്ത്യയുടെ നേതാവും ഒക്കെ ആയതുകൊണ്ട് ഗാന്ധിജി അവർ സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചത്. ഹൗ ഡിഡ് ഗാന്ധിജി അഡ്രസ് ദ സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ്? ഫ്രാൻസിലെ വിദ്യാർത്ഥികളെ ഗാന്ധിജി എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? ഗാന്ധിജി അഡ്രസ് ദ സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ് ആസ് ഫ്രണ്ട്സ് ആൻഡ് ഫെലോ സ്റ്റുഡൻസ്. സഹപാഠികളെന്നും സുഹൃത്തുക്കളെന്നുമാണ് വിളിച്ചത്. എക്സ്പ്രസിങ് ഹിസ് അപ്രീസിയേഷൻ ഫോർ ദ ട്രഡീഷൻസ് ആൻഡ് ടീച്ചിങ്സ്. അതുപോലെ അവരുടെ പാരമ്പര്യത്തിലും അതുപോലെ അവരുടെ ടീച്ചിങ്സിലൊക്കെ ഇദ്ദേഹം ഗാന്ധിജിക്ക് വലിയ അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞു. വാട്ട് വാസ് ഗാന്ധിജീസ് പർപ്പസ് ഓഫ് വിസിറ്റ് ഫ്രാൻസ് ഇൻ 1890? എന്തിനാണ് ഗാന്ധിജി ഫ്രാൻസ് സന്ദർശിച്ചത്? ഗാന്ധിജി വിസിറ്റഡ് ഫ്രാൻസ് ഇൻ 1890 ടു സീ ദ എക്സിബിഷൻ അറ്റ് പാരീസ് ആസ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ പാരീസിൽ നടക്കുന്ന എക്സിബിഷൻ കാണാൻ വേണ്ടി എത്തിയതായിരുന്നു ഗാന്ധിജി. പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് മേക്ക് മോർ ചിയർഫുൾ ആൻഡ് കോൺഫിഡൻറ്റ്. അപ്പോൾ കൂടുതൽ കോൺഫിഡൻ്റ് ആവുക എന്നർത്ഥം വരുന്ന ആ ഒരു വാക്ക് അത് ഹീലിംഗ് എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഫ്രം ദ സ്റ്റോറി ഡ്രീംസ് റിയലൈസ്ഡ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇൻ വൺ ഓഫ് ഹിസ് സ്പീച്ചസ് ഹി ബ്രോട്ട് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് നോൺ വയലൻസ്. തൻ്റെ പ്രസംഗത്തിൽ ഗാന്ധിജി വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതുപോലെ അഹിംസയെക്കുറിച്ചും സംസാരിച്ചു. He said, real education consists not in packing the brain with facts and figures, not in passing examinations by reading numerous books, but in developing character. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തല നിറയെ ഇൻഫർമേഷൻസ് ശേഖരിക്കുക അല്ലെങ്കിൽ കുറേ പുസ്തകങ്ങൾ വായിച്ച് പരീക്ഷ എഴുതി പാസ്സാവുക എന്നുള്ളതല്ല. ഒരു
നല്ല വ്യക്തിത്വമുള്ളവരായി മാറുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. I can say that if you explore the possibilities of non-violence, you will find that without character it will prove profitless study. In a movement such as we are conducting in India, we need the intellectual sympathy of the whole world. അല്ലേ, ലോകത്തിൻ്റെ മുഴുവൻ ഒരു ഇൻ്റലക്ച്വൽ സിമ്പതി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനായി അതിനുവേണ്ടി ഗാന്ധിജി ഉപയോഗിക്കാൻ പോകുന്ന മാർഗം എന്ന് പറയുന്നത് നോൺ വയലൻസ് ആണ്. ഇനി ചോദ്യങ്ങൾ നോക്കാം. വാട്ട് ഡിഡ് ഗാന്ധിജി സ്പീക്ക് അബൌട്ട് ഇൻ ഹിസ് സ്പീച്ച്? According to Gandhiji, real education consists in A. Packing the brain with facts and figures, passing examinations, developing character, reading numerous books. When will education be proved as profitless? What does India need from the world? Pick out a word from the passage which means inquire into or discuss a subject in detail. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യം നോക്കാം. വാട്ട് ഡിഡ് ഗാന്ധിജി സ്പീക്ക് അബൌട്ട് ഇൻ ഹിസ് സ്പീച്ച്? ഗാന്ധിജി തൻ്റെ പ്രസംഗത്തിൽ എന്താണ് സംസാരിച്ചത്? ഗാന്ധിജി സ്പോക്ക് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് നോൺ വയലൻസ്. അപ്പോൾ വിദ്യാഭ്യാസവും അഹിംസയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. എംഫസൈസിങ് ദാറ്റ് റിയൽ എഡ്യൂക്കേഷൻ ഈസ് അബൌട്ട് ഡെവലപ്പിംഗ് ക്യാരക്ടർ റാദർ ദാൻ മിയർലി അക്വയറിംഗ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. അപ്പോൾ കുറേ വിവരം നേടുക എന്നുള്ളതല്ല, നല്ലൊരു വ്യക്തിയായി മാറുക, ക്യാരക്ടർ ഫോർമേഷനാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അക്കോർഡിംഗ് ടു ഗാന്ധിജി, റിയൽ എഡ്യൂക്കേഷൻ കൺസിസ്റ്റ് ഓഫ്, അതിൻ്റെ ശരിയായ ഓപ്ഷൻ ഡെവലപ്പിംഗ് ക്യാരക്ടർ. മൂന്നാമത്തേത്, വെൻ വിൽ എഡ്യൂക്കേഷൻ ബി പ്രൂവ്ഡ് ആസ് പ്രോഫിറ്റ്ലെസ്? എഡ്യൂക്കേഷൻ വിൽ ബി പ്രൂവ്ഡ് പ്രോഫിറ്റ്ലെസ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാരക്ടർ. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ അല്ലെങ്കിൽ വ്യക്തിത്വത്തെ സ്വാധീനിക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ടൊരു കാര്യവുമില്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. വാട്ട് ഡസ് ഇന്ത്യ നീഡ് ഫ്രം ദ വേൾഡ്? ലോകത്തിൽ നിന്ന് ഇന്ത്യ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇന്ത്യ നീഡ്സ് ദ ഇൻ്റലക്ച്വൽ സിമ്പതി ഓഫ് ദി ഹോൾ വേൾഡ്. ഇനി ഒരു വാക്ക് കണ്ടുപിടിച്ച് എഴുതാനായിരുന്നു. ഇൻക്വയർ ഇൻ ടു ഓർ ഡിസ്കസ് എ സബ്ജക്റ്റ് ഇൻ ഡീറ്റെയിൽ. ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുക, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക എന്നർത്ഥം വരുന്ന വാക്ക്. അപ്പോൾ ഇവിടെ അത് എക്സ്പ്ലോർ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഈവൻ സെലിബ്രിറ്റീസ് ഹു ഹാഡ് ഹേർഡ് അബൌട്ട് ഹിം വർ ഈഗർ ടു മീറ്റ് ഹിം ഇൻ പേഴ്സൺ. Perhaps few would believe that when Gandhiji was told that Mr. Charlie Chaplin would like to see him, he innocently asked who that distinguished person was. അങ്ങനെ വലിയ താരങ്ങളൊക്കെ ഗാന്ധിജിയെ കാണാനായി അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴാണ് മിസ്റ്റർ ചാർലി ചാപ്ലിൻ ഗാന്ധിജിയെ കാണണം എന്നുള്ള ആഗ്രഹവുമായി സമീപിച്ചത്. അപ്പോൾ ഗാന്ധി തൻ്റെ നിഷ്കളങ്കത കൊണ്ട് ചാർലി ചാപ്ലിൻ ആരാണെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ചാർലി ചാപ്ലിൻ ആരാണെന്ന്. But as soon as he was told that Mr. Chaplin came from the people and lived for the people and that he had made millions laugh, he agreed to meet him. അപ്പോൾ ആരാണെന്ന് ചോദിച്ചു, തൻ്റെ അസിസ്റ്റൻറ്റിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജനങ്ങളിൽ നിന്ന് വന്ന ഒരാളാണ്, അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്, അതുപോലെ ഒരുപാട് ആളുകളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗാന്ധിക്കും അദ്ദേഹത്തെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായി. He agreed to meet him. Chaplin had evidently heard of Gandhiji's spinning wheel and the very first question he asked was why Gandhiji was against machinery. അപ്പോൾ ചാർലി ചാപ്ലിന് ഗാന്ധിജിയുടെ ചർക്കയെക്കുറിച്ച് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ് മെഷീനെ സപ്പോർട്ട് ചെയ്യാത്തത്? മെഷീൻസിന് പകരം ഈ പഴയ ഈ ഒരു ചർക്ക ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചു. The question delighted Gandhiji, who explained to him in detail why the 6 months unemployment of the whole peasant population of India made it important for him to restore them. അപ്പോൾ ഗാന്ധി പറഞ്ഞു അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്, അത് കർഷകർക്ക് വേണ്ടിയാണ്. അപ്പോൾ അവർ ഒരു 6 മാസം അവർക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ സ്പിന്നിങ് വീൽ ഉപയോഗിക്കുന്നതെന്ന് ഗാന്ധിജി പറഞ്ഞു. ഗാന്ധിജി said, in cloth and food every nation should be self-contained. അപ്പം ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഭക്ഷണം, വസ്ത്രം, ഈ 2 കാര്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളും സ്വയം പര്യാപ്തമാവണം. വി ആർ സെൽഫ് കണ്ടെയ്ൻഡ് ആൻഡ് വാണ്ട് ടു ബി സോ അഗെയിൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് തുടരുന്നത് എന്ന് ഗാന്ധി പറയുകയാണ്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് സെൻറ്റൻസ് ഇൻ ദ പാസേജ് ഷോസ് ദാറ്റ് ഗാന്ധിജി ഡിഡ് നോട്ട് നോ ചാർലി ചാപ്ലിൻ? ഹൗ വാസ് ചാപ്ലിൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു ഗാന്ധിജി? Why did Gandhiji promote spinning wheel? What was Gandhiji's vision about the nation? Identify a noun phrase and verb phrase of the sentence given. We were self-contained and want to be so again. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇതിലേത് സെൻറ്റൻസ് ആണ് ഗാന്ധിജിക്ക് ചാപ്ലിനെ അറിയില്ല എന്ന് പറയുന്നത്? ആ സെൻറ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. Perhaps few would believe that when Gandhiji was told that Mr. Charlie Chaplin
would like to see him, he innocently asked who that distinguished person was. അതാരാണെന്ന് ഗാന്ധിജി ചോദിച്ചു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഗാന്ധിജിക്ക് ഇദ്ദേഹത്തെ അറിയില്ലായിരുന്നു. ഹൗ വാസ് ചാപ്ലിൻ ഇൻട്രൊഡ്യൂസ് ടു ഗാന്ധിജി? ഇപ്പോൾ ഗാന്ധിജിയോട് ചാപ്ലിനെ പറ്റി എന്താണ് സെക്രട്ടറി പറഞ്ഞത്? Chaplin was introduced to Gandhiji when he was told that Mr. Chaplin came from people and lived for the people. അതുപോലെ he made many people laugh. ഇങ്ങനെയാണ്. Why did Gandhiji promote the spinning wheel? Gandhiji promoted the spinning wheel to restore self-sufficiency to the whole peasant population of India. അപ്പോൾ ഇന്ത്യയിലെ കർഷകർക്ക് സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ടാണ് സ്പിന്നിങ് വീൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എസ്പെഷ്യലി ഇൻ ദ ലൈറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് കോസ്ഡ് ബൈ മെഷീനറി. അപ്പോൾ അത് മെഷീൻസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ തൊഴിൽ ഇല്ലാതാവും. വാട്ട് വാസ് ഗാന്ധിജീസ് വിഷൻ ഫോർ ദ നേഷൻ? ഇപ്പോൾ ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? രാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു? ഗാന്ധിജീസ് വിഷൻ ഫോർ ദ നേഷൻ വാസ് ദാറ്റ് ഇൻ ക്ലോത്ത് ആൻഡ് ഫുഡ് എവറി നേഷൻ ഷുഡ് ബി സെൽഫ് കണ്ടെയ്ൻഡ്. അപ്പോൾ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം, വസ്ത്രം, ഈ രണ്ട് കാര്യങ്ങളിൽ ഏത് രാജ്യവും സ്വയം പര്യാപ്തമായിരിക്കണം. ഇനി അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് വി ആണ്. വെർബ് ഫ്രേസ് എന്ന് പറയുന്നത് വെർബ് മുതൽ ഫുൾ സ്റ്റോപ്പ് വരെയുള്ള ഭാഗമാണ്. ബാക്കി ഭാഗം നൗൺ ഫ്രേസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്രിയ തുടങ്ങുന്നത് വേർ മുതലാണ്. അപ്പോൾ വേർ മുതൽ ഫുൾ സ്റ്റോപ്പ് വരെയുള്ള ഭാഗം വെർബ് ഫ്രേസും അതിൻ്റെ മുൻപുള്ള വി, വി എന്നുള്ളത് നൗൺ ഫ്രേസുമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ചോദ്യം. There were requests from various women organizations for an address by Gandhiji, and he addressed the Women's India Council in Morley College Hall. At this meeting, Gandhiji took the opportunity of correcting various notions about women of India. അപ്പോൾ ഗാന്ധിജിയെ വിമൻസ് ഇന്ത്യ കൗൺസിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം അവിടെ ചെന്ന് നടത്തിയ ഒരു പ്രസംഗത്തിൽ സ്ത്രീകളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഹി പ്രസൻറ്റഡ് എ വിവിഡ് പിക്ചർ ഓഫ് ദ ഹീറോയിക് പാർട്ട് ദേ പ്ലേഡ് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ. ഇപ്പോൾ സ്വാതന്ത്ര്യ സമര കാലത്ത് സ്ത്രീകൾ ചെയ്ത ധീരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചു. നോ ഹിൻഡ്രൻസസ് ഹാവ് ബീൻ പ്ലേസ്ഡ് ഇൻ ദ വേ ഓഫ് ദെയർ എൻറ്ററിംഗ് പബ്ലിക് ലൈഫ് ഫോർ സെവറൽ ഇയേഴ്സ് വെൻ അവർ ഓർഗനൈസേഷൻ were declared illegal and those in charge of them put into prison. It was the women who came to the forefront. അപ്പോൾ ഗാന്ധിജി പറയാണ്, നമ്മുടെ പ്രസ്ഥാനങ്ങളെല്ലാം ഇല്ലീഗൽ ആണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം, നമ്മുടെ ആളുകളെല്ലാം ജയിലിൽ അടച്ചതിന് ശേഷം, പിന്നെ നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനുണ്ടായിരുന്നത് സ്ത്രീകളായിരുന്നു. അപ്പോൾ സ്ത്രീകൾ ഒരുപാട് പേര് മുന്നോട്ട് വന്ന് ഈ സമയത്താണ്. ആൻഡ് ദേ ഫിൽഡ് ദ ജയിൽസ്, അവർ ജയിൽ നിറച്ചു. He then went on to describe how they came out of their homes in one mass and showed an awakening which was miraculous. അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യത്തോടുള്ള അവരുടെ ആഗ്രഹം അവർ വ്യക്തമാക്കിയത് എങ്ങനെയാണ്? അവരവരുടെ വീടിൻ്റെ ഉൾത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവർ കാണിച്ച ഒരു തീവ്രത, അതിനെ ഗാന്ധിജി അഭിനന്ദിക്കുകയാണ്. They took part in processions, defied the law and bore the lathi blows without raising a little finger. അപ്പോൾ അവർ പ്രകടനങ്ങളിൽ പങ്കെടുത്തു, അതുപോലെ നിയമങ്ങളെ ധിക്കരിച്ചു, അതുപോലെ പലർക്കും ലാത്തി കൊണ്ടുള്ള അടികൾ കിട്ടി. എന്നിട്ടും അവരൊട്ടും പിന്മാറാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ലേൺഡ് വിമൻ ലൈക്ക് സരോജിനി നായിഡു ബട്ട് ഹൺഡ്രഡ്സ് ഓഫ് അൺലെറ്റഡ് വിമൻ ഹു ഹാഡ് ബോൺ ലാത്തി ബ്ലോസ് ടു ദ ഹെഡ്. അപ്പോൾ ഈ സ്ത്രീകളുടെ കൂട്ടത്തിൽ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളും അതുപോലെ എഴുത്തും വായനയും അറിയാത്ത സ്ത്രീകളും ഉണ്ടായിരുന്നു. സരോജിനി നായിഡുവിനെ പോലെ നല്ല പഠനമുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു, അതുപോലെ ഒന്നുമില്ലാത്ത സ്ത്രീകളും ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഈ ക്രൂരതകളെല്ലാം സഹിച്ചുകൊണ്ട് ഇതിനോടൊപ്പം നിന്നവരാണ്. ബ്ലീഡിംഗ് പ്രൊഫ്യൂസ്ലി വൈൽ സ്റ്റാൻഡിങ് അൺഫ്ലിഞ്ചിങ്ലി ഓർഡേർഡ് ദെയർ കമ്പാനിയൻ നോട്ട് ടു മൂവ്. ഒട്ടും പിന്മാറാതെ അവരെ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് പാരഗ്രാഫ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. വേർ ഡിഡ് ഗാന്ധിജി അഡ്രസ് ദ വിമൻസ് ഇന്ത്യ കൗൺസിൽ? വാട്ട് വാസ് ഗാന്ധിജി ട്രൈങ് ടു കറക്റ്റ്? What made women of India enter the public life? How do you know that Indian women were strong enough to promote non-violence? Identify the noun phrase in subject position of the sentence given below. He presented a vivid picture of the heroic part they played during the freedom struggle. നമുക്ക് ഓരോന്നും നോക്കാം. Why did Gandhiji address the Women's India Council? ഗാന്ധിജി അവരോട് സംസാരിച്ചത് എവിടെ വെച്ചാണ്? ഗാന്ധിജി അഡ്രസ് ദ വിമൻസ് ഇന്ത്യ കൗൺസിൽ അറ്റ് മോർലെ കോളേജ് ഹാൾ. മോർലെ കോളേജ് ഹാളിൽ വെച്ചാണ്. വാട്ട് വാസ് ഗാന്ധിജി ട്രൈങ് ടു കറക്റ്റ്? ഗാന്ധിജി വാസ് ട്രൈങ് ടു കറക്റ്റ് വേരിയസ് മിസ്കൺസെപ്ഷൻസ്. അപ്പോൾ സ്ത്രീകളെ കുറിച്ചുള്ള
ചില തെറ്റിദ്ധാരണകൾ അത് അദ്ദേഹം കറക്റ്റ് ചെയ്യുകയുണ്ടായി. അബൌട്ട് ദ റോൾ ഓഫ് വിമൻ ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾ. വാട്ട് മെയ്ഡ് വിമൻ ഓഫ് ഇന്ത്യ എൻ്റർ പബ്ലിക് ലൈഫ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഈ പബ്ലിക് ലൈഫിലേക്ക് വരാനുള്ള കാരണം? The declaration of certain activities as illegal and the imprisonment of those in charge promoted women to come to the forefront and engaged in public life. അതായത് പുരുഷന്മാരായിട്ടുള്ള ആളുകളെയെല്ലാം ഓരോ കേസുകളിൽ കുടുക്കി ജയിലിലാക്കിയപ്പോൾ ലീഡ് ചെയ്യാൻ ആരുമില്ലാതെ വന്ന സാഹചര്യത്തിലാണ് സ്ത്രീകൾ പബ്ലിക് ലൈഫിലേക്ക് വന്നത്. How do you know that Indian women were strong enough to promote non-violence? ഇന്ത്യൻ വിമൻസ് വളരെ സ്ട്രോങ് ആണെന്ന് പറയാനുള്ള കാരണം, Indian women demonstrate their strength by participating in processions, defying laws and standing firm despite facing violence, as described in their action during the protest. അപ്പോൾ അവർ ചെയ്ത അവരുടെ ആ തീവ്രമായ പ്രവർത്തനങ്ങളെ ആണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിലെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്, ഈ സെൻറ്റൻസിലെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് ഹി ആണ്. അപ്പോൾ ഇവിടെ നൗൺ ഫ്രേസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഹി എന്ന് എഴുതുക. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. On weekdays, I was locked in my sister's room so that the madam wouldn't see me. She was at home most of the time, painting her nails, having tea with her friends, or lying in the sun by the pool. The swimming pool was very close to the room, which is why I had to keep very quiet. My sister felt bad about locking me in there, but she had no alternative. I couldn't even play the radio, so she brought me books, old magazines and newspapers from the white people. അപ്പോൾ ഇവിടെ എം ലോപ്പയുടെ കാര്യമാണ് പറയുന്നത്. അതായത് സിസ്റ്ററിൻ്റെ കൂടെ സൗത്ത് ആഫ്രിക്കയിൽ എങ്ങനെയാണ് ഒരു റൂമിൽ അടച്ചിട്ട റൂമിൽ കഴിഞ്ഞ ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. ബട്ട് ദെൻ മൈ സിസ്റ്റർ തോട്ട് ഐ വാസ് റീഡിങ് ടു മച്ച്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ വാസ് ദ നറേറ്റർ ലോക്ക്ഡ് ഇൻ ഹർ സിസ്റ്റേഴ്സ് റൂം. എന്തുകൊണ്ടാണ് ഇവിടെ ഈ നറേറ്ററെ സിസ്റ്ററിൻ്റെ റൂമിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്? ഹൗ ഡിഡ് ദ മാഡം ഓഫ് ദ ഹൗസ് സ്പെൻഡ് ഹെർ സ്പെയർ ടൈം. ഈ വീടിൻ്റെ ഉടമസ്ഥ അവരെങ്ങനെയാണ് സമയം ചെലവഴിച്ചിരുന്നത്? വാട്ട് ഡിഡ് ദ നറേറ്റർ സിസ്റ്റർ ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ എന്താണ് നറേറ്ററുടെ സിസ്റ്റർ പിന്നെ അവർക്ക് ഇത് മോശമായിട്ട് തോന്നിയ കാര്യം എന്താണ്? വൈ ഡിഡ് ദ നറേറ്റർ സിസ്റ്റർ ഗെറ്റ് ദ ബുക്സ് ആൻഡ് മാഗസീൻസ് ഫ്രം. അപ്പോൾ ഈ റൂമിനുള്ളിൽ അടച്ച അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്ന ബോറടിക്കണ്ട എന്ന് വിചാരിച്ച് കുറേ പുസ്തകങ്ങളും മാഗസീനും എല്ലാം കൊണ്ടുപോയി കൊടുത്തിരുന്നു. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടിയതാണ്? വിച്ച് വേർ ദ മാഗസീൻസ് ദാറ്റ് ദ നറേറ്റർ യൂസ് ടു റീഡ്. അപ്പോൾ അവർ വായിക്കാറുള്ള മാഗസീൻസ് ഏതൊക്കെയാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്തുകൊണ്ടാണ് റൂമിൽ ലോക്ക് ആക്കിയിട്ടിരുന്നത് എന്നുള്ളതിൻ്റെ ആൻസർ, ദ നറേറ്റർ വാസ് ലോക്ക്ഡ് ഇൻ ഹർ സിസ്റ്റേഴ്സ് റൂം സോ ദാറ്റ് ദ മാഡം വുഡൻറ്റ് സീ ഹർ. അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റൂമിൽ ഈ സിസ്റ്ററിനെ അടച്ചത്. ഹൗ ഡിഡ് ദ മാഡം ഓഫ് ദ ഹൗസ് സ്പെൻഡ് ഹെർ സ്പെയർ ടൈം. അവരുടെ ഫ്രീ ടൈം അവരെങ്ങനെയാണ് ചിലവഴിച്ചത്? ദ മാഡം സ്പെൻഡ് ഹെർ സ്പെയർ ടൈം പെയിൻറ്റിങ് ഹെർ നെയിൽസ്. അല്ലേ, അപ്പോൾ നഖങ്ങളൊക്കെ പെയിൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുക, ചായ കുടിക്കുക, ഓർ ലൈങ് ഇൻ ദ സൺ ബൈ ദ പൂൾ, അല്ലെങ്കിൽ വെയിൽ കായുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീടിൻ്റെ ഉടമസ്ഥ മാഡം ചെയ്തുകൊണ്ടിരുന്നത്. What did the narrator's sister feel bad about it? The narrator's sister felt bad about locking her in the room. റൂമിൽ ഇങ്ങനെ പൂട്ടിയിടുന്നതിനെ കുറിച്ച് ഓർത്താണ് വിഷമിച്ചത്. Where did the narrator's sister get the books and magazines from? The narrator's sister brought the books, old magazines and newspapers from white people. വെള്ളക്കാരായ ആളുകളുടെ അടുത്തു നിന്നാണ് ഈ പുസ്തകങ്ങൾ വാങ്ങിയത്. Which were the magazines that the narrator used to read? സാധാരണ വായിക്കാറുള്ള മാഗസിൻസ് ഏതൊക്കെയാണ്? The magazines that the narrator used to read include Fair Lady, ഒരു മാഗസിൻ്റെ പേരാണ് ഫെയർ ലേഡി, അതുപോലെ തന്നെ വുമൻസ് വീക്ക്ലി, ഇതൊക്കെയായിരുന്നു വായിക്കാറുണ്ടായിരുന്ന മാഗസിൻസ്. ഇനി മറ്റൊരു ചോദ്യം. ദ ഫസ്റ്റ് ടൈം ഐ വെൻറ്റ് ഇൻ ടു ദിസ് ടോയ്ലറ്റ് ഐ വാസ് ഓൺ മൈ വേ ടു ദ ബസ് സ്റ്റോപ്പ്. Usually I went straight to the bus stop outside the OK Bazaars where it was well lit and I could see. I would wait there reading or just looking at the growing number of cars and buses on their way to town. On that day it was raining quite hard, so I thought I would shelter in the toilet until the rain passed. I knocked first to see if there was anyone inside. As there was no reply, I pushed the door open and went in. It did not look like it had been painted for a few years. The closed lid of the toilet was going to be my seat for many mornings after that. ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് മാഡം അറിയാതെ രഹസ്യമായി പുറത്തിറങ്ങുകയും അതിനുശേഷം ഒരു ചെറിയ ജോലിക്കൊക്കെ ആയി പോവുകയും ചെയ്യുന്ന എം ലോപ്പെ അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ വളരെ അപ്രതീക്ഷിതമായിട്ടാണ്
ഒരു ദിവസം ഈ ഒരു ടോയ്ലറ്റ് കാണാനിടയായത്. അപ്പോൾ അതിനുള്ളിൽ കുറച്ച് നേരം ഇരിക്കുകയും പിന്നീട് അങ്ങോട്ട് ഒരുപാട് ദിവസങ്ങൾ അതിനുള്ളിൽ ചെലവഴിക്കുകയും ചെയ്തു. കാരണം അവർക്ക് ഏറ്റവും പ്രൈവസിയും അതുപോലെ സ്വകാര്യത അതുപോലെ തന്നെ ഒരു സ്വന്തമായ ഒരു സ്ഥലം എന്നുള്ള ഒരു തോന്നലുണ്ടായത് അവിടെയാണ്. അതുകൊണ്ട് ദിസ് ടോയ്ലറ്റ് ബിക്കം ഹെർ ഫേവറേറ്റ് പ്ലേസ്. ഇനി ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. വൈ ഡിഡ് എമോലോ യൂഷ്വലി വെയിറ്റ് ഔട്ട്സൈഡ് ദ ഓക്കെ ബസാർസ്? ഹൗ ഡിഡ് എംഹോലോ സ്പെൻഡ് ഹെർ ടൈം അറ്റ് ദ ബസ് സ്റ്റോപ്പ്? വാട്ട് ഡിഡ് എംഹോലോ ടേക്ക് എ ഷെൽട്ടർ ഇൻ ദ ടോയ്ലറ്റ് ദാറ്റ് ഡേ? What did Emholo do when no one responded to the knock on the door? Which sentence in the passage shows that very soon Emholo became the toilet's best customer? അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഓരോന്ന് നോക്കാം. Why did Emholo usually wait outside the OK Bazaar? Emholo usually waited outside the OK Bazaars because it was well lit and a good spot to observe the growing number of cars and buses. അപ്പോൾ അവിടെ നല്ലൊരു സ്ഥലമാണ്, ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം കാണാം, കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമായതുകൊണ്ടാണ് അവിടെ വെയിറ്റ് ചെയ്തിരുന്നത്. ഹൗ ഡിഡ് എംഹോലോ സ്പെൻഡ് ഹെർ ടൈം അറ്റ് ദ ബസ് സ്റ്റോപ്പ്? ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് എങ്ങനെയാണ് സമയം കളഞ്ഞിരുന്നത്? എംഹോലോ സ്പെൻഡ് ഹെർ ടൈം അറ്റ് ദ ബസ് സ്റ്റോപ്പ് റീഡിങ് ഓർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ട്രാഫിക്. അപ്പോൾ അവിടെ വരുന്ന വാഹനങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു. വൈ ഡിഡ് എംഹോലോ ടേക്ക് ഷെൽട്ടർ ഇൻ ദ ടോയ്ലറ്റ് ദാറ്റ്? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടോയ്ലറ്റ് എന്നുള്ള ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത്? എങ്ങനെയാണ്? Emholo took shelter in the toilet that day because it was raining quite hard. കാരണം ഒരു ദിവസം ശക്തമായ മഴ പെയ്തു. അപ്പം മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെന്ന് കയറിയ ഒരു സ്ഥലമായിരുന്നു ഈ ഒരു ടോയ്ലറ്റ്. What did Emholo do when no one responded to the knock on the door? അപ്പോൾ വാതിലിൽ മുട്ടിയതിന് ശേഷം ആരും ഒന്നും പുറത്തേക്ക് വരാത്തതുകൊണ്ട് ഇവരെന്താണ് ചെയ്തത്? When no one responded to the knock on the door, Emholo pushed the door open to see if anyone was inside. അപ്പോൾ വാതിൽ തുറന്ന് അകത്ത് കയറി. Which sentence in the passage shows that the very soon Emholo became the toilet's best customer? അപ്പം അങ്ങനെ ഇവരുടെ ഒരു സ്ഥിരം കേന്ദ്രമായി മാറി എന്ന് പറയുന്ന ആ ഒരു പാസേജ് ഏതാണ്, സെൻറ്റൻസ് ഏതാണ്? The sentence that indicate this is the closed lid of the toilet was going to be my seat for many mornings after that. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ആണ് ആ ഒരു കാര്യം പറയുന്നത്. ഇനി I started asking myself why I had not written anything since I left school. അപ്പോൾ ഇവർ തൻ്റെ പഴയ കാലത്തെക്കുറിച്ച് ആലോചിക്കുന്നു. പണ്ട് ഞാൻ കവിത എഴുതിയ കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് ഞാനിതൊന്നും ചെയ്യാത്തത് എന്ന് അവർ ആലോചിച്ചു. At least at school I had written some poems or stories in the school magazine and other magazines and also for school competitions. Our English teacher was always so encouraged. അപ്പോൾ അവരുടെ ഇംഗ്ലീഷ് ടീച്ചർ ഒരു നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. I remember the day I showed him my first poem. താൻ ആദ്യമായി എഴുതിയ കവിത അദ്ദേഹത്തെ കാണിക്കുന്ന ആ ദിവസം മനസ്സിലേക്ക് വരികയായിരുന്നു. I was so excited I couldn't concentrate in class for that whole day. അപ്പോൾ ഈ ഒരു കവിത എഴുതി സാറിന് കൊടുത്തതിന് ശേഷം ആ ദിവസം വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ആ ദിവസം വേറെ ക്ലാസ്സുകളൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വാസ് ദ സെൽഫ് റെവലേഷൻ ദാറ്റ് എംഹോലോ മെയ്ഡ്? അപ്പോൾ എംഹോലോ ഇവിടെ നടത്തിയിട്ടുള്ള സ്വന്തം ഒരു തിരിച്ചറിവ് എന്താണ്? Where did Emholo write poems and stories during her school days? എവിടെ വെച്ചാണ് ഈ കവിതകളൊക്കെ എഴുതിയിട്ടുള്ളത്? How did Emholo feel when she showed her first poem to her English teacher? ഇംഗ്ലീഷ് ടീച്ചറിനെ തൻ്റെ ആദ്യ കവിത കാണിച്ചപ്പോൾ ഉണ്ടായ വികാരം എന്താണ്? What influence did the English teacher have on Emholo's writing? What couldn't Emholo concentration in the class? അപ്പോൾ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവിടെ സ്വയം ഒരു തിരിച്ചറിവുണ്ടായത് എന്താണ്? Emholo realized that she had not written anything since leaving school despite her previous enthusiasm for writing. അപ്പോൾ നേരത്തെ എഴുതാനൊക്കെ ഒരു താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവാണ് അവർക്ക് വന്നത്. Why did Emholo write poems and stories during her school days? അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എവിടെയാണ് ജീന എം ലോപ്പെ തൻ്റെ കവിതകൾ എഴുതിയത്? Emholo wrote poems and stories for the school magazines and for school competitions. സ്കൂളിലെ മത്സരങ്ങൾക്കും അതുപോലെ സ്കൂൾ മാഗസിനിലുമാണ് കവിതകൾ എഴുതിയിട്ടുള്ളത്. How did Emholo feel when she showed her first poem to her English teacher? ഇംഗ്ലീഷ് ടീച്ചറിന് തൻ്റെ ആദ്യ കവിത കാണിച്ചപ്പോൾ ഉണ്ടായ ഫീലിംഗ് എന്താണ്? Emholo felt very excited and could hardly concentrate in class after sharing her poem. അപ്പോൾ ക്ലാസ്സിൽ വളരെ എക്സൈറ്റഡ് ആയിപ്പോയി. അപ്പോൾ വേറെ ഒന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. What influence did the English teacher have on Emholo's writing? അപ്പോൾ ഇംഗ്ലീഷ് ടീച്ചർ എങ്ങനെയാണ് ജീന എം ലോപ്പയെ
സ്വാധീനിച്ചത്? ദി ഇംഗ്ലീഷ് ടീച്ചർ വാസ് വെരി എൻകറേജിങ്. നല്ല പ്രോത്സാഹനം തരുന്നൊരു വ്യക്തിയായിരുന്നു. വിച്ച് മോട്ടിവേറ്റഡ് എംഹോളോ ടു റൈറ്റ് മോർ. വൈ കുഡൻറ്റ് എംഹോളോ കോൺസെൻട്രേറ്റ് ഇൻ ദ ക്ലാസ്. എന്തുകൊണ്ടാണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്നത്? എംഹോളോ കുഡൻറ്റ് കോൺസെൻട്രേറ്റ് ഇൻ ക്ലാസ് ബിക്കോസ് ഷി വാസ് സോ എക്സൈറ്റഡ്. അപ്പോൾ അവർ വളരെ എക്സൈറ്റഡ് ആയിരുന്നു about showing her poem to her teacher. ഇനി അടുത്ത നോക്കാം. Then one morning I wanted to write a story about what had happened at work the day before. The supervisor screaming at me for not calling her when I had seen the people who stole 2 dresses at lunchtime. It all came back to me and I was smiling when I reached for the door but it wouldn't open. അപ്പോൾ തൻ്റെ കഴിഞ്ഞ ദിവസത്തെ അനുഭവങ്ങളൊക്കെ ഒരു കഥയായിട്ട് എഴുതണമെന്നൊക്കെ വിചാരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തൻ്റെ സ്ഥിരം കേന്ദ്രമായ ഈ ഒരു ടോയ്ലറ്റ് പൂട്ടിക്കിടക്കുകയാണ്. ഇറ്റ് വാസ് ലോക്ക്ഡ്. ഐ തിങ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ അക്സെപ്റ്റഡ് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് മൈൻ ആഫ്റ്റർ ഓൾ. അങ്ങനെ അവസാനം എനിക്ക് മനസ്സിലായി ഈ ടോയ്ലറ്റ് എൻ്റെ അല്ല, ഇത് പബ്ലിക്കിൻ്റെയാണ്. സ്ലോലി ഐ വാക്ക്ഡ് ഓവർ ദ ബെഞ്ച് നിയർ ബൈ, വാച്ച്ഡ് ദ ഏർലി സ്പ്രിംഗ് സൺ കം അപ്പ് ആൻഡ് റോട്ട് ദ സ്റ്റോറി എനിവേ. എന്നിട്ട് അതിന് ശേഷം പുറത്തിരുന്ന് കഥ എഴുതി. ഇനി ചോദ്യങ്ങൾ ശ്രദ്ധിക്കാം. വാട്ട് പ്രോംപ്റ്റഡ് എംഹോളോ ടു റൈറ്റ് എ സ്റ്റോറി. ഒരു കഥ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്താണ്? വൈ ഡിഡ് ദ സൂപ്പർവൈസർ സ്ക്രീം അറ്റ് എംഹോളോ. ഈ സൂപ്പർവൈസർ എന്തിനാണ് എംഹോളോയോട് ദേഷ്യപ്പെട്ടത്? വാട്ട് സർപ്രൈസ് അവൈറ്റഡ് എംഹോളോ അറ്റ് ദ പാർക്ക്. പാർക്കിൽ വെച്ച് ഇവർക്കുണ്ടായ സർപ്രൈസ് എന്താണ്? വൈ ഡിഡ് എംഹോളോ വാക്ക് ഓവർ ടു വെൻ ഷീ സോ ദ ടോയ്ലറ്റ് ലോക്ക്ഡ്. അങ്ങനെ ടോയ്ലറ്റ് അടച്ചിരിക്കുകയാണ്, ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ എങ്ങോട്ടാണ് പോയത്? What realization did Emholo have when she found the toilet door locked? അപ്പോൾ അവർക്ക് എന്ത് തിരിച്ചറിവാണ് ഈ ടോയ്ലറ്റിൽ ലോക്കാക്കിയിട്ടത് കണ്ടപ്പോൾ ലഭിച്ചത്? അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഇങ്ങനെ എഴുതാം. അപ്പോൾ കഥ എഴുതാനുള്ള കാരണം, എംഹോളോ വാസ് പ്രോംപ്റ്റഡ് ടു റൈറ്റ് എ സ്റ്റോറി അബൌട്ട് ഹർ എക്സ്പീരിയൻസ് അറ്റ് വർക്ക്. തൻ്റെ ജോലി സ്ഥലത്തെ അനുഭവമാണ്. പർട്ടിക്കുലർലി ദ ഇൻസിഡൻറ്റ് ഇൻവോൾവിംഗ് ദ സൂപ്പർവൈസർ സ്ക്രീമിംഗ് അറ്റ് ഹർ ഫോർ നോട്ട് കോളിംഗ് വെൻ ഷീ സോ പീപ്പിൾ സ്റ്റീലിംഗ് ഡ്രസ്. അല്ലേ, ആളുകൾ ഡ്രസ്സൊക്കെ മോഷ്ടിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. വൈ ഡിഡ് ദ സൂപ്പർവൈസർ സ്ക്രീം അറ്റ് എംഹോളോ. സൂപ്പർവൈസർ എന്തിനാണ് എംഹോളോയോട് ഉറക്കെ ഒച്ചത്തിൽ സംസാരിച്ചത്? ദ സൂപ്പർവൈസർ സ്ക്രീംഡ് അറ്റ് എംഹോളോ ഫോർ നോട്ട് കോളിംഗ് ഹർ വെൻ ഷീ സോ ദ പീപ്പിൾ സ്റ്റീലിംഗ് 2 ഡ്രസ്സസ് ഡ്യൂറിംഗ് ലഞ്ച് ടൈം. അല്ലെ, ലഞ്ചിൻ്റെ സമയത്ത് ആൾക്കാർ ഈ ഡ്രസ്സൊക്കെ കട്ടുകൊണ്ട് പോകുന്നത് കണ്ടിട്ട് പറയാത്തതിനാണ് വഴക്ക് പറഞ്ഞത്. വാട്ട് സർപ്രൈസ് അവൈറ്റഡ് എംഹോളോ അറ്റ് ദ പാർക്ക്. പാർക്കിൽ വെച്ചുണ്ടായ സർപ്രൈസ് എന്താണ്? ദ സർപ്രൈസ് ദാറ്റ് അവൈറ്റഡ് എംഹോളോ അറ്റ് ദ പാർക്ക് വാസ് ദാറ്റ് ദ ടോയ്ലറ്റ് ഡോർ വാസ് ലോക്ക്ഡ് വെൻ ഷീ വെന്റ് ടു യൂസ് ഇറ്റ്. അപ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അത് ലോക്കാക്കിയിരിക്കുന്നത് കണ്ടു. വൈ ഡിഡ് എംഹോളോ വാക്ക് ഓവർ ടു വെൻ ഷീ സോ ദ ടോയ്ലറ്റ് ലോക്ക്ഡ്. അങ്ങനെ ടോയ്ലറ്റിലേക്ക് എനിക്ക് കയറാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എങ്ങോട്ടേക്കാണ് പോയത്? എംഹോളോ വാക്ക്ഡ് ഓവർ ടു എ നിയർ ബൈ ബെഞ്ച്. അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഞ്ചിലേക്കാണ് പോയത്. ആഫ്റ്റർ ഷീ ഫൗണ്ട് ദ ടോയ്ലറ്റ് ഡോർ ലോക്ക്ഡ്. വാട്ട് റിയലൈസേഷൻ ഡിഡ് എംഹോളോ ഹാവ് വെൻ ഷീ ഫൗണ്ട് ദ ടോയ്ലറ്റ് ഡോർ ലോക്ക്ഡ്. അങ്ങനെ ടോയ്ലറ്റിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ലോക്ക് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ എന്താണ് അവർക്ക് മനസ്സിലായത്? എംഹോളോ റിയലൈസ് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് ഹേർസ് ടു ക്ലെയിം. ഇത് തൻ്റെ ടോയ്ലറ്റ് അല്ല എന്ന് മനസ്സിലാവും. അക്സെപ്റ്റിംഗ് ദാറ്റ് ഇറ്റ് ബിലോങ്സ് ടു അതേഴ്സ് ആസ് വെൽ. മറ്റുള്ളവർക്കും കൂടി വേണ്ടിയുള്ള പൊതുവായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആണെന്ന് മനസ്സിലാക്കി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.